സ്വർഗത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് ചിറകുകളുണ്ടായിരുന്നു. അവർ നീരാട്ടിനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരാറുണ്ട്. കുളിക്കുമ്പോൾ ചിറകെടുത്ത് അവർ കരയിൽ വയ്ക്കുകയും പതിവാണ്. ഒരിക്കൽ കാട്ടു ഇത് കാണാനിടയായി. അയാൾ അവർ കാണാതെ അതിൽ ഒരു സ്ത്രീയുടെ ചിറകെടുത്ത് കൊണ്ടുപോയി വീടിൻ്റെ മുൻഭാഗത്തെ തൂണിനടിയിൽ കുഴിച്ചിട്ടു. എന്നിട്ട് അവൻ തിരിച്ചുപോയി അവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. കുളി കഴിഞ്ഞു കയറിയപ്പോൾ ഒരുത്തിയുടെ മാത്രം ചിറക് കണ്ടില്ല. അതിനാൽ മറ്റുള്ളവർക്കൊപ്പം അവൾക്ക് പറന്നു പോകാനും പറ്റിയില്ല. അവൾ കരയാൻ തുടങ്ങി. ഇതുതന്നെ അവസരം എന്ന് കരുതി കാട്ടു അവൾക്കരികിലെത്തി കരയുന്നതിൻ്റെ കാരണം തിരക്കി. ആരോ തൻ്റെ ചിറകു മോഷ്ടിച്ചു എന്ന് അവൾ വേദനയോടെ അറിയിച്ചു. അപ്പോൾ അയാൾ അവളെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു. പിന്നീട് അവളെ തൻ്റെ മണവാട്ടിയാക്കി. കാട്ടുവിൻ്റെ അമ്മ അവളെ മരുമകളായി സ്വീകരിച്ചു. അവർ ഒന്നിച്ച് കൃഷിപ്പണികളും വീട്ടുജോലികളും ചെയ്യുവാൻ ആരംഭിച്ചു. ഒരു ചേനയുടെ ഇല അവൾ തൊട്ടതോടെ ആരോ കുഴിച്ചിട്ടിരുന്നതുപോലെ അവിടെ അനേകം ചേനകൾ പ്രത്യക്ഷപ്പെട്ടു. നേന്ത്രവാഴയുടെ ഇല അവൾ സ്പർശിച്ചതോടെ അതിലെ കായ്കളെല്ലാം ഉടനെ മൂത്തു പഴുത്തു. അത് കണ്ടപ്പോൾ കാട്ടുവിൻ്റെ അമ്മ അവളെ വഴക്കു പറഞ്ഞു. അപ്പോൾ കൃഷിയിടത്തിൽ നിന്നും അവൾ വീട്ടിലേക്ക് തിരികെ പോന്നു. അവൾ വീടിനു മുൻവശത്തെ തൂണിനടുത്തിരുന്ന് കരയാൻ തുടങ്ങി. അവളുടെ കണ്ണുനീർ നിലത്തു വീണ് വലിയ ഒരു കുഴി രൂപപ്പെട്ടു. കണ്ണീർ അവിടെ തൂണിനടുത്ത് കുഴിച്ചിട്ടിരുന്ന അവളുടെ ചിറകുകളിലും പതിച്ചു. അത് കുറേശ്ശെ പുറത്തു കാണാൻ സാധിച്ചു. അപ്പോഴാണ് തൻ്റെ ചിറകിൻ്റെ പൊരുൾ അവൾ മനസ്സിലാക്കിയത്. ഉടനെ അവൾ മണ്ണു നീക്കി ചിറകെടുത്ത് ശരീരത്തിൽ ചേർത്തു വച്ച് സ്വർഗത്തിലേക്ക് പറന്നുപോയി. കാട്ടു നായാട്ടു കഴിഞ്ഞെത്തി. ഭാര്യയെ കണ്ടില്ല. പരിഭ്രമമായി. അയാൾ അമ്മയെ വഴക്കു പറഞ്ഞു. കോപം മൂത്ത അയാൾ വീട്ടിലെ പന്നികളെയെല്ലാം അമ്പെയ്തു കൊന്നു. കണ്ണിൽ കണ്ടതിൻ്റെ നേർക്കെല്ലാം അമ്പ് വർഷിച്ചുകൊണ്ട് അയാൾ പുരപ്പുറത്ത് കയറി ആകാശത്തേക്കും അമ്പെയ്തു. അത് തിരിച്ചു വീഴാത്തതിനാൽ വീണ്ടും വീണ്ടും അമ്പെയ്തു. അവസാനം അയച്ച അമ്പ് ഭൂമിയിൽ തൊട്ടുനിന്നു. അതിന് സമാന്തരമായി ഒരു പേരാലിൻ്റെ വേരും താഴേക്ക് ഇറങ്ങി വന്നിരുന്നു. തൻ്റെ ഭാര്യയെ തിരക്കി അയാൾ ആ വേരിൽ പിടിച്ചു കയറി. കുറച്ച് ഭക്ഷണം സഞ്ചിയിലാക്കി അയാൾ കൊണ്ടുപോയിരുന്നു. അങ്ങനെ അയാൾ സ്വർഗത്തിലെത്തി. അവിടെ ഒരാൾ കിളയ്ക്കുന്നത് കണ്ടു. തൻ്റെ ഭാര്യയെയും. ഭാര്യയും ഒരുമിച്ച് അയാൾ ഭൂമിയിലേക്ക് തിരിച്ചു പോരാൻ നിശ്ചയിച്ചു. അവിടെ കിളച്ചുകൊണ്ടിരുന്ന ആളോട് അപ്പോൾ കാട്ടു പറഞ്ഞു, പേരാലിൻ്റെ വേര് കണ്ടാൽ അത് മുറിക്കരുത്. എന്നിട്ട് ഇരുവരും വേരിലൂടെ താഴേക്കിറങ്ങി. കിളച്ചുകൊണ്ടിരുന്നയാൾ ആ വേര് നിഷ്കരുണം വെട്ടിമുറിച്ചു. അപ്പോൾ കാട്ടു ഭൂമിയിൽ വീണ് മരണമടഞ്ഞു. ഭാര്യ സ്വർഗത്തിലേക്ക് പറന്നും പോയി. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിത്യാകലാഷോഡശകേന കാമാകർഷിണ്യധിശ്രീപ്രഥമേന സേവ്യേ നിത്യേ നിരാതങ്കദയാ പ്രപഞ്ചേ നീലാളകശ്രേണി നമോ നമസ്തേ. കാമാകർഷിണി തുടങ്ങിയ 16 നിത്യാകലകളാൽ സേവിക്കപ്പെടുന്ന അമ്മയ്ക്ക് നമസ്കാരം. ശ്രീചക്രത്തിൽ രണ്ടാമത്തെ ആവരണത്തിലായി 16 ദളങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവരാണ് നിത്യാദേവതകൾ. സർവാശാ പരിപൂരക ചക്രം എന്നാണ് ശ്രീചക്രത്തിൻ്റെ ഈ ഭാഗത്തിന് പേര്. ഇതിൻ്റെ വിശദമായ വിവരണം മുമ്പൊരു വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ആദ്യ കമൻ്റായി നൽകുന്നു. ശീതളമായ അമൃതകിരണങ്ങൾ പൊഴിക്കുന്ന ഇവരുടെ നാമങ്ങൾ ഇവയാണ്: കാമാകർഷിണി, ബുദ്ധ്യാകർഷിണി, അഹങ്കാരാകർഷിണി, ശബ്ദാകർഷിണി, സ്പർശാകർഷിണി, രൂപാകർഷിണി, രസാകർഷിണി, ഗന്ധാകർഷിണി, ചിത്താകർഷിണി, ധൈര്യാകർഷിണി, സ്മൃത്യാകർഷിണി, നാമാകർഷിണി, ബീജാകർഷിണി, ആത്മാകർഷിണി, അമൃതാകർഷിണി, ശരീരാകർഷിണി എന്നെന്നും നിലനിൽക്കുന്ന ആദ്യന്തമില്ലാത്ത നിത്യയായ അമ്മയ്ക്ക് നമസ്കാരം.
കലർപ്പില്ലാത്ത, അതായത് കളങ്കം ഒട്ടും തന്നെ ഇല്ലാത്ത ദയയുടെ സമൂഹമായ അമ്മേ ദേവി, അവിടേക്ക് നമസ്കാരം. നീല നിറമുള്ള അളകങ്ങളുള്ള എൻ്റെ അമ്മേ ദേവി, അവിടേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. വാക്കുകൾക്കെല്ലാം ശക്തി നൽകുന്നത് അമ്മയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മന്ത്രമാണ് 350-ാമത്തേതായി വശിന്യാദി വാഗ്ദേവതകൾ അമ്മ തൻ്റെ പ്രിയപ്പെട്ട ഭക്തർക്കായി ലളിതാ സഹസ്രനാമത്തിൽ നൽകുന്നത്. വാക്കുകൾ കൊണ്ട് വാദം നടത്താൻ ശക്തി നൽകുന്നവൾ, വാക്കിൻ്റെ രൂപത്തിൽ എല്ലാവരും സ്ഥിതി ചെയ്യുന്നവൾ എന്നിപ്രകാരമുള്ള അർത്ഥങ്ങളാണ് വാഗ്വാദിനി എന്ന നാമമന്ത്രത്തിന് ഉള്ളത്. വാമകേശ്വര തന്ത്രം അനുസരിച്ച് താരാദേവിക്ക് 5 വ്യത്യസ്ത രൂപങ്ങളുണ്ട്. താര, താരിണി, ഏകജട, നീലസരസ്വതി, ഉഗ്രതാര. അവയിൽ നീലസരസ്വതിയാണ് വാഗ്വാദിനി ദേവി. നീലസരസ്വതി, നീലദേവി എന്നൊക്കെ ഈ അമ്മയ്ക്ക് പേരുകളുണ്ട്. വാഗ്വാദിനി ദേവിയെ പ്രീതിപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. കാളരാത്രികൽപ്പം, ആഗമാർണവപീയൂഷം, ശ്യാമാരഹസ്യം, തന്ത്രമുക്താവലി, താരാരഹസ്യം, നീലസരസ്വതീതന്ത്രം, ബൃഹന്നീലതന്ത്രം എന്നീ ഗ്രന്ഥങ്ങളിൽ ഈ ദേവിയുടെ ഉപാസനകളെക്കുറിച്ച് വിശദമായി വിവരിച്ചിട്ടുണ്ട്. രക്താംബരാം രക്തസിംഹാസനസ്ഥാം ഹേമഭൂഷിതാം ഏകവക്ത്രാം വേദസംഖ്യൈർ ഭുജൈ സംബിഭ്രതീം ക്രമാത് അക്ഷമാലാം പാനപാത്രമഭയം വരമുത്തമം ശ്വേതദ്വീപസ്ഥിതാം ധ്യായേത് സ്ഥിതിധ്യാനമിദം സ്മൃതം. ചുവന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം. ചുവന്ന വസ്ത്രമുടുത്ത് സ്വർണ്ണാഭരണഭൂഷിതയായി ഒരു മുഖം മാത്രമുള്ള അമ്മയ്ക്ക് നമസ്കാരം. 4 കൈകളിൽ രുദ്രാക്ഷമാല, പാനപാത്രം, അഭയം, വരദം എന്നിവ ധരിച്ചുകൊണ്ട് ശ്വേതദ്വീപിൽ വസിക്കുന്ന താരാദേവിയാകുന്ന അമ്മേ, അവിടുത്തെ ഞാൻ ധ്യാനിക്കുന്നു. രജോഗുണപ്രധാനമായ ഒരു ധ്യാനമന്ത്രമാണ് ഇത്. മൂലമന്ത്രവും മറ്റും ഉത്തമനായ ഒരു ഗുരുനാഥനിൽ നിന്നും ഉപദേശം സ്വീകരിച്ചുകൊണ്ട് മാത്രം ചെയ്യേണ്ടതാണ്. വാഗ്വാദിനി എന്ന് അമ്മയ്ക്ക് പേര് വന്നതിനെക്കുറിച്ച് ഒരു കഥ കേട്ടിട്ടുണ്ട്. ത്രിമൂർത്തികളും സമസ്ത ദേവസമൂഹവും ഒരിക്കൽ അധർമ്മത്തെ എന്നേക്കുമായി നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ആയുധങ്ങളുമൊക്കെ എടുത്ത് ഒരുങ്ങിയ ദേവന്മാരെ നീലസരസ്വതി എന്ന മഹാദേവി തടഞ്ഞു. അധർമ്മം ധർമ്മത്തിന് കാലദേശാദികളുടെ ഭാവപ്പകർച്ച കൊണ്ട് അഥവാ വ്യത്യാസം കൊണ്ട് ഉണ്ടാകുന്ന രൂപഭേദം മാത്രമാണ് എന്നും അതിനെ ആയുധം കൊണ്ട് നശിപ്പിക്കുവാൻ സാധിക്കുന്നതല്ല എന്നും അമ്മ ഉപദേശിച്ചു. അധർമ്മത്തെ നശിപ്പിക്കുന്നതിന് കൂട്ടായ ചർച്ച അഥവാ വാഗ്വാദമാണ് അമ്മ പരിഹാരമായിട്ട് നിർദ്ദേശിച്ചത്. തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയ ദേവന്മാർ അമ്മയെ വാഗ്വാദിനി എന്ന് പേര് നൽകി സ്തുതിച്ചു. അങ്ങനെയാണ് നീലസരസ്വതി ദേവിക്ക് വാഗ്വാദിനി എന്ന നാമം ലഭിച്ചത്. ലളിതോപാഖ്യാനത്തിലെ ലളിതാസ്തവരത്നത്തിൽ ഇപ്രകാരം സ്തുതിക്കുന്നുണ്ട്. നമോ നമോ ലോകഗുരുപ്രധാനേ നമോ നമസ്തേഖിലവാഗ്വിഭൂത്यै നമോസ്തു ലക്ഷ്മ്यै ജഗദേകതുഷ്ട്यै നമോ നമഃ ശാംഭവി സർവശക്തിयै. ലോകഗുരുപ്രധാനേ നമോ നമ. അമ്മ ലോകഗുരുക്കളിൽ പ്രധാനയാണ്. അജ്ഞതയാകുന്ന ഇരുട്ടിനെ നിരോധിക്കുന്ന ആളാണല്ലോ ഗുരു. ഗുശബ്ദമന്ധകാരം താൻ രുശബ്ദം തന്നിരോധകം എന്ന നിർവചനം ഇതാണ് സൂചിപ്പിക്കുന്നത്. സമസ്ത വിദ്യകൾക്കും ശിരോലങ്കാരമായ ശ്രീവിദ്യാരൂപിണിയായിട്ടുള്ള ലളിതാപരമേശ്വരീ ദേവി എല്ലാ ഗുരുക്കളിലും ശ്രേഷ്ഠയാണ്. ശക്തിരഹസ്യത്തിൽ ബ്രഹ്മജ്ഞാനൈക്യരൂപത്വാത് ഗുരുരിത്യഭിധീയതേ താമിച്ഛാവിഗ്രഹാം ദേവീം ഗുരുരൂപാം വിഭാവയേത്.
ഗു എന്ന ശബ്ദം സത്തിനെയും രു ജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു. സത്തായ ജ്ഞാനമാണ് ബ്രഹ്മജ്ഞാനം. അമ്മ ബ്രഹ്മജ്ഞാനരൂപിയായിട്ടുള്ള ഗുരുവാണ്. ഗുരുക്കന്മാരായ എല്ലാവരിലും മുഖ്യയായിട്ടുള്ളത് അമ്മ തന്നെയാകുന്നു. ഗുരുവും ദേവിയും അഭിന്നരാണ്. അഖില വാഗ് വിഭൂത്യൈ തേ നമോ നമ. എല്ലാ വാക്കുകളുടെയും വിഭൂതി അമ്മ തന്നെയാണ്. അതുപോലെ എല്ലാവരുടെയും വാക്കിൻ്റെ വിഭൂതി അമ്മ തന്നെയാണ്. ജഗദേക തുഷ്ട്യൈ ലക്ഷ്മ്യൈ നമഃ അസ്തു. ലോകത്തിൻ്റെ ഒരേ ഒരു തുഷ്ടിയായ അമ്മയ്ക്ക്, ലക്ഷ്മിക്ക് നമസ്കാരം. ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതുകൊണ്ട് മനസ്സിനുണ്ടാകുന്ന തൃപ്തിയും അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രസാദഭാവവുമാണ് തുഷ്ടി. സമസ്ത ജീവികളും ആഗ്രഹിക്കുന്ന സന്തോഷം അമ്മയുടെ രൂപം മാത്രമായതുകൊണ്ട് ലോകത്തിന് ഒരേ ഒരു തുഷ്ടിയായവൾ എന്ന് പറയുന്നു. ശാംഭവി ശർവശക്തിയൈ തേ നമോ നമ. ശർവന്റെ ശക്തിയായ ശാംഭവി ദേവി, അവിടേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. ശാംഭവി ശ്രീപാർവതിയാണ്. ശർവശക്തി ശർവന്റെ ശക്തി, അതായത് ശിവനോട് ചേർന്നിരിക്കുന്ന ശക്തി. ആദിപരാശക്തി സ്വയം ബ്രഹ്മാവിഷ്ണു മഹേശ്വര രൂപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഓരോ രൂപങ്ങളോടും ശക്തിരൂപിണിയായി സഹകരിച്ചുകൊണ്ടാണ് പ്രപഞ്ചകൃത്യങ്ങളൊക്കെ നടത്തുന്നത്. ശിവനോട് ചേർന്ന് ശക്തിക്കാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത്. പരാശക്തിയുടെ കലകൾ പൂർണ്ണമായും പാർവതിയുടെ രൂപത്തിൽ ശിവന്റെ പകുതി ശരീരമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ലക്ഷ്മി, സരസ്വതി എന്നിവരുടെ അമ്മയായും പാർവതിയെ കരുതുന്നു. ശാംഭവിയും ഭഗവാന്റെ, അതായത് ശ്രീ പരമേശ്വരന്റെ ശക്തിയുമായ ലളിതാ പരമേശ്വരി ദേവി, അവിടേക്ക് നമസ്കാരം. ഓം വാഗ്വാദിന്യൈ നമഃ. ഓം ഓം ഹ്രീം വാഗ്വാദിന്യൈ നമഃ. സർവാഭീഷ്ടസിദ്ധിക്ക് അത്യുത്തമമായ ഒരു മന്ത്രമാണ് ഇത്. മുമ്പ് പറഞ്ഞിട്ടുള്ള ലളിതാസ്തവത്തിലെ സ്തോത്രഭാഗം കൂടി ചേർത്ത് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. കേവലം ഒരു സരസ്വതി മന്ത്രം മാത്രമല്ല ഇത് എന്ന് ഈ മന്ത്രത്തിൻ്റെ വിവരണത്തിൽ നിന്നും വ്യക്തമാണല്ലോ. വാഗ്വാദിനി ദേവിയുടെ ധ്യാനവും ചേർത്ത് ഈ മന്ത്രം ജപിക്കാം. ശത്രുദോഷവും ആഭിചാരദോഷവുമൊക്കെ മാറുന്നതിന് വളരെ ഉത്തമമാണത്. അപ്രതീക്ഷിതമായ ഭാഗ്യം ഉണ്ടാകുന്നതിന് ധ്യാനത്തിൽ പറഞ്ഞ പ്രകാരം അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ലളിതാസ്തവത്തിലെ ശ്ലോകവും ചേർത്ത് ഈ മന്ത്രം ജപിക്കാം. ആദിപരാശക്തി ലളിതാ പരമേശ്വരി ദേവി എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.